ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഈവനിങ്ങിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പലഹാരമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, എരിവിന് ആവശ്യം ഒരുപാട് എരിവ് വേണം എന്നുള്ളവർക്ക് 1-2 പച്ചമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ മുട്ട ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ, നല്ലോണം ഒന്ന് പതപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ. അതും കാച്ചാത്ത പച്ച പാലാണ് കേട്ടോ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 2 സ്പൂണൊക്കെ മതി കേട്ടോ പാല്. അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ മുട്ട. എന്നിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവാള, ഇപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയും പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സവാള ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇത് ഈ റെസിപ്പി ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. വേറെ ചാനലൊന്നുമല്ല, നമ്മുടെ പേളി മണിയുടെ ഒരു ചാനൽ. അതും കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് തോന്നിയില്ല, ഒരു നല്ലൊരു ഈവനിങ്ങിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇതാ സവാള ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. തക്കാളി ഒരുപാട് അങ്ങ് ഉടഞ്ഞൊന്നും പോകരുത് കേട്ടോ. ഒരുപാട് ഇട്ട് വഴറ്റി നല്ലോണം വെന്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ തക്കാളിയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ അതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, പക്ഷേ മല്ലിയിലയുടെ ഒരു ഫ്ലേവർ വരുന്നത് നല്ല ടേസ്റ്റൊക്കെ തന്നെയായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി വെച്ചിട്ട് ആ മുട്ടയുടെ ആ ഒരു ഇത് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ മീതിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഭംഗിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് അത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതെനിക്ക് തോന്നിയില്ല. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്കിതൊന്നും മതിയാവില്ല. പക്ഷേ വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആ ചട്ടിയിൽ നിന്ന് നോൺ സ്റ്റിക്കിൻ്റെ പാൻ, നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അതിങ്ങ് വിട്ടുപോരും. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. എൻ്റെ ചട്ടി കുറച്ച് പഴകിയത് കൊണ്ടിട്ട് എനിക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് ഞാൻ ബുദ്ധിമുട്ടി കേട്ടോ. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ലോണം തന്നെ നമുക്ക് മുറിച്ചാണെങ്കിലും എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഞാനിത് കഴിച്ചോക്കട്ടെ. എന്താ പറയുക, ഇത് ചട്ടിയിൽ നിന്ന് ശരിക്കും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് പീസാക്കി എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കുക ചെയ്തത്. നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ആക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്താൽ മതി കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ ഓംലേറ്റിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു പാൽ ഒഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് വേറൊരു ടേസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്കിങ്ങനെ ഈവനിങ്ങിലൊക്കെ എന്തെങ്കിലും ചായക്കൊക്കെ കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്കിവിടെ പുട്ടും കടലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പിള്ളേർക്കൂടെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് യൂട്യൂബിൽ കണ്ടപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്. ചായക്കൊക്കെ കഴിക്കാനായിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ വെക്കേഷനാണല്ലോ, കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ വിശക്കണമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.